നാടോടുമ്പോൾ നടുവേ ഓടണമെന്നൊരു ചൊല്ലുണ്ട്. നാടിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ കാരണഭൂതൻ്റെ കുടുംബത്തോടെയുള്ള ഓട്ടം. അത് പക്ഷേ റിലേ ആയിട്ടാണെന്ന് മാത്രം. മോളും മരുമകൻ മന്ത്രിയും നേരത്തെ തന്നെ ഓടി. ഇരുവരും ഓരോ പോയിന്റിലെത്തുമ്പോൾ കാരണഭൂതനും ഭാര്യയും ഒപ്പമെത്തും. ഈ ദിവസങ്ങളിൽ തീരുമാനിച്ചിരുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് കാരണഭൂതൻ വിദേശയാത്രയ്ക്ക് പുറപ്പെട്ടത്. ഔദ്യോഗിക ആവശ്യത്തിന് വിദേശത്ത് പോകുമ്പോൾ വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ട്. സ്വകാര്യ സന്ദർശനമായതിനാൽ ഇത്തവണ അതൊക്കെ ഒഴിവാക്കി. യാത്രാ വിവരങ്ങൾ ഗവർണറെയും അറിയിച്ചിട്ടില്ല. തികച്ചും സ്വന്തം കാര്യം. മുഖ്യമന്ത്രി ഭാര്യ കമലയ്ക്കും കൊച്ചുമകൻ ഇഷാനുമൊപ്പമാണ് കൊച്ചിയിൽ നിന്ന് ദുബായിലെത്തിയത്. ഒരു കൊച്ചു വെളുപ്പാങ്കാലത്തെ കയറിപ്പോയതാണ്. മകൾ വീണയും മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസും ഈ മാസം 2-ന് തന്നെ ദുബായിലെത്തിയിരുന്നു. വളരെ മുന്നേ തന്നെ പോയതാണ്. മുഖ്യമന്ത്രിയുടെ UAE-യിലുള്ള മകൻ വിവേകിനെയും ഒപ്പം കൂട്ടി എല്ലാവരും ഇന്തോനേഷ്യയിലേക്ക് പോയിരിക്കുകയാണ്. 12-ന് അവിടെ നിന്ന് സിംഗപ്പൂരിൽ വരും. 19-ന് തിരികെ ദുബായിലും എത്തും. 21-ന് ആയിരിക്കും കേരളത്തിലേക്കുള്ള മടക്കയാത്ര. ആയിരിക്കും എന്നേ പറയാൻ പറ്റുകയുള്ളൂ. ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്, വരട്ടെ, വരുമോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം, ഒരുപക്ഷെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടതായിരിക്കും, വിദേശത്ത് എവിടെങ്കിലും പോയി തമ്പടിക്കാനായിരിക്കും, 4-ാം തീയതി ഫലം വന്നു കഴിയുമ്പോൾ അറിയാം അടുത്ത നീക്കം എന്താണെന്നുള്ളത്. യാത്ര നീണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല കേട്ടോ. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഉല്ലാസയാത്ര ആസ്വദിക്കുക തന്നെ. മന്ത്രിസഭാ യോഗങ്ങൾ ആവശ്യമെങ്കിൽ ഓൺലൈനായി നടത്തും. കഴിഞ്ഞ ദിവസം നടത്താനിരുന്നത് അത് ഒരു ഫയലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതങ്ങ് മാറ്റിവെച്ചെന്നല്ല, അടുത്ത ആഴ്ചത്തേക്ക്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നീക്കിയിട്ടില്ലാത്തതിനാൽ അടിയന്തര സ്വഭാവമുള്ള ഫയലുകളിൽ മാത്രമേ നമ്മുടെ മുഖ്യൻ തീരുമാനമെടുക്കേണ്ടതുള്ളൂ. ഇടതുപക്ഷം സജീവമായി മത്സരരംഗത്തുള്ള ബംഗാളും ത്രിപുരയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടക്കവെയാണ് വിദേശ സന്ദർശനം. ഈ നമ്മുടെ കാരണഭൂതനും പലയിടങ്ങളിലും ചെന്ന് പ്രസംഗിക്കേണ്ടതാണ്. തമിഴ്നാട്ടിലാണ് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അവർക്ക് കാര്യം അറിയാം. ചെന്ന് കഴിഞ്ഞാൽ ഉള്ള ഓട്ടും കൂടെ പോകും. കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർ വഴി ഇന്തോനേഷ്യയിലേക്ക് 7 മണിക്കൂറിൽ എത്താം. ദുബായ് വഴി ഇന്തോനേഷ്യയിലേക്കുള്ള യാത്രാ സമയം 12 മണിക്കൂർ. എമിറേറ്റ്സ് വിമാനങ്ങളിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർ ദുബായിലെത്തിയ ശേഷമാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുക. പാർട്ടി തോറ്റാൽ എന്ത്, നമുക്ക് പത്രാസ് ഉണ്ടായാൽ പോരെ? അല്ലേലും ബംഗാളിലും ത്രിപുരയിലും കോൺഗ്രസുമായി ചേർന്നല്ലേ മത്സരം. അവിടെ പോയി നാണം കെടണോ? രാജ്യം അങ്ങനെ പ്രചാരണ ചൂടിലായിരിക്കെ ഏക ഇടതു മുഖ്യമന്ത്രിയായ പിണറായി സ്വകാര്യ സന്ദർശനത്തിന് വിദേശത്തേക്ക് തിരിച്ചത് ഇടതുപക്ഷം കേരളത്തിൽ ഒതുങ്ങിയത് കൊണ്ടാണോ എന്നാണ് പ്രതിയോഗികളുടെ ചോദ്യം. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് വോട്ട് നേടാൻ മുഖ്യമന്ത്രിക്കുള്ള രാഷ്ട്രീയ പരിമിതി കൂടിയാണ് വ്യക്തമാകുന്നത്. 7 ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ 3-ാം ഘട്ടം കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ബംഗാളിൽ ജൂൺ 1 വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും വോട്ടെടുപ്പുണ്ട്. CPM-ൻ്റെ അമരക്കാരനായ യെച്ചൂരി, അതുപോലെ തന്നെ വലിയ പോളിറ്റ് ബ്യൂറോ അംഗമാണല്ലോ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പാർട്ടി മത്സരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും വോട്ട് തെണ്ടി നടക്കുകയാണ്. ഇത് 2 എണ്ണം ഇറങ്ങിക്കഴിഞ്ഞാലും ഉള്ള വോട്ട് പോകുമെന്നുള്ളത് വേറെ കാര്യം. അതേ ദേശീയ നേതൃനിരയിലുള്ള മുതിർന്ന BB അംഗമായ പിണറായിക്ക് പക്ഷേ കേരളത്തിന് പുറത്ത് റോളില്ല. വിദേശത്ത് നിന്ന് 21-ന് തിരിച്ചെത്തിയ ശേഷം ഏതെങ്കിലും സംസ്ഥാനത്ത് പ്രചാരണത്തിന് പോകുമെന്നും സൂചനയില്ല. CPM 2 മത്സരിക്കുന്ന തമിഴ്നാട്ടിലും പിണറായി പോയിരുന്നില്ല. DMKയും കോൺഗ്രസും അടങ്ങുന്ന സഖ്യത്തിലാണ് അവിടെ ഇടതു പാർട്ടികൾ. കേരളത്തിൽ കോൺഗ്രസിനെതിരെ അതിശക്ത പ്രചാരണം നയിക്കുകയായിരുന്ന പിണറായി തമിഴ്നാട്ടിലേക്ക് വരേണ്ടെന്ന് അവിടുത്തെ പാർട്ടി തീരുമാനിച്ചെന്നായിരുന്നു ഇവിടെ പ്രതിപക്ഷ ആരോപണം. അത് ശരിയാണ്. 2019 ബംഗാളിലും ത്രിപുരയിലും കോൺഗ്രസ് സഖ്യം ഉണ്ടായിരുന്നില്ല. ഇത്തവണ 2 തോളി കൈയിട്ട് ഉരുമി ഉമ്മയും കൊടുത്താണ് പോകുന്നത് 2 എണ്ണവും കൂടി. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് പറയേണ്ടതില്ലെന്നാണ് LDF കൺവീനർ പറയുന്നത്. നിങ്ങളല്ലല്ലോ ചെലവ് വഹിക്കുന്നത്, മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണെന്നൊക്കെയാണ് ജയരാജൻ പറയുന്നത്.